വെൽക്കം ബാക്ക്. ആറ്റുകാൽ പൊങ്കാല നാളെയാണ്. പൊങ്കാല സമർപ്പണത്തിനായി വിവിധയിടങ്ങളും വിവിധ ദേശങ്ങളിൽ നിന്നുള്ള സ്ത്രീകൾ ഇതിനോടകം തന്നെ അവിടേക്ക് എത്തിച്ചെന്നിട്ടുണ്ട്. തിരുവനന്തപുരം നഗരത്തിന്റെ പല ഭാഗങ്ങളിലായി ഇപ്പോൾ വലിയ തിരക്ക് അനുഭവപ്പെടുന്നുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയും. നാളെ പൊങ്കാല അർപ്പിക്കാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ക്രമീകരണങ്ങളും അവിടെ ഒരുക്കിയതായും അധികൃതർ അറിയിച്ചിട്ടുണ്ട്. നമുക്കിപ്പോൾ പത്മനാഭസ്വാമി ക്ഷേത്രത്തെ പരിസരത്ത് നിന്നും ലിഡിയ ജേക്കബ് നൽകും ഏറ്റവും പുതിയ അവിടുത്തെ വിവരങ്ങൾ. ലിഡിയ, നല്ല തിരക്കാണ് അവിടങ്ങളിലെല്ലാം എന്നറിയാം. നാളെ സുഗമമായി വിശ്വാസികൾക്ക് പൊങ്കാല അർപ്പിക്കാൻ കഴിയണം. അതിനുള്ള സജ്ജീകരണങ്ങൾ ക്രമീകരണങ്ങളെല്ലാം പൂർത്തിയായോ? പ്രജിൻ, തീർച്ചയായും എല്ലാ സുരക്ഷാ ക്രമീകരണങ്ങളും മറ്റ് സജ്ജീകരണങ്ങളെല്ലാം പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട്. ഒരു വർഷത്തെ കാത്തിരിപ്പിന് ശേഷമാണ് വീണ്ടും ഒരു പൊങ്കാല എത്തിയിരിക്കുന്നത്. അത് അത്രയും മനോഹരമായി ഓരോ വർഷവും കഴിയും തോറും അത്രയും മനോഹരമായി കൊണ്ടാടാനാണ് തിരുവനന്തപുരത്തുകാർ ശ്രമിക്കുന്നത്. അതിനായി ജില്ലാ ഭരണകൂടം എല്ലാ കാര്യങ്ങളും സജ്ജമാക്കിയിട്ടുണ്ട്. വെള്ളവും ഗതാഗത ക്രമീകരണങ്ങളും മറ്റ് സുരക്ഷാ സംവിധാനങ്ങളും അടക്കം എല്ലാ കാര്യങ്ങളും കൃത്യമായ രീതിയിൽ ക്രമീകരിച്ചിട്ടുണ്ട്. ഏകദേശം 5000-ഓളം പോലീസുകാരെയാണ് വിന്യസിച്ചിരിക്കുന്നത്. 24 മണി പ്രവർത്തിക്കുന്ന CCTV സർവേലൻസ് കൂടി ഉണ്ടാകും. മാത്രമല്ല മഫ്തിയിലടക്കം പോലീസുകാരുണ്ടാകും, വാച്ച് ടവറുകളുണ്ടാകും. അത്തരത്തിൽ എല്ലാവിധ സുരക്ഷാ ക്രമീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട്. മാത്രമല്ല മറ്റ് സജ്ജീകരണങ്ങൾ, പ്രത്യേകിച്ച് ഭക്തർക്ക് വെള്ളമടക്കമുള്ള കാര്യങ്ങൾ, ഭക്ഷണമടക്കമുള്ള കാര്യങ്ങൾ എത്തിക്കേണ്ടതായിട്ടുണ്ട്. കനത്ത ചൂടാണ്. ഇന്നും ഇന്നലെയൊക്കെയായി വലിയ ചൂടായിരുന്നു ഉണ്ടായിരുന്നത്. അതിനാൽ തന്നെ നിർജ്ജലീകരണത്തിനൊക്കെയുള്ള സാധ്യതയുണ്ട്. അതിനാൽ വെള്ളവും ഭക്ഷണവും ഒക്കെ കൃത്യസമയത്ത് എത്തിക്കാനായി കൃത്യമായിട്ടുള്ള സജ്ജീകരണങ്ങൾ അതിനുവേണ്ടി കൂടി ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. മാത്രമല്ല ഈ തിരുവനന്തപുരത്തുകാരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു മഹാ ഉത്സവമായി പൊങ്കാല മഹോത്സവം കൊണ്ടാടുകയാണ്. അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള ആളുകളുടെ സഹകരണം അത് എടുത്തു പറയേണ്ട കാര്യമാണ്. അവരുടെ വീടുകളും കടകളും ഒക്കെ തുറന്നിട്ടുകൊണ്ട് മറ്റ് നാടുകളിൽ നിന്നുള്ള വരുന്ന ആളുകൾക്കായി അതൊക്കെ തുറന്നിടുന്ന ഒരു കാഴ്ച വിവിധ നാടുകളിൽ നിന്ന് ലക്ഷങ്ങൾ, 40 ലക്ഷത്തോളം ആളുകളെയാണ് ഇപ്രാവശ്യം പ്രതീക്ഷിക്കുന്നത്. അത്രയധികം ആളുകൾ എത്തുന്നു എന്നുള്ളതാണ്. അത് ഓരോ ദിവസവും ഓരോ വർഷവും ചെല്ലും തോറും അതിങ്ങനെ കൂടിക്കൂടി വരികയാണ്. പൊങ്കാലയ്ക്കായി അമ്മയെ കാണാനായി, അമ്മയ്ക്ക് പൊങ്കാല അർപ്പിക്കാനായി നിരവധി ആളുകൾ ഓരോ വർഷം കൂടുന്തോറും വരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ചേച്ചി എവിടെ നിന്നാണ് വരുന്നത്? അടുത്താണ്. എല്ലാ വർഷവും വരാറുണ്ടോ? അങ്ങനെ നിരവധി ആളുകൾ തൊട്ടടുത്തതെന്ന് മാത്രമല്ല ലോകത്തിന്റെ പല ഭാഗത്തു നിന്നുള്ള ആളുകൾ. അല്പം മുമ്പ് നമ്മളൊരു ചേച്ചിയോട് സംസാരിച്ചപ്പോൾ ആ ചേച്ചി കേരളത്തിന് പുറത്തു നിന്ന് വരുന്ന ആളുകൾ കൂടിയാണ്. അത്തരത്തിൽ നിരവധി ആളുകൾ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ദർശനത്തിനായും അതുപോലെ തന്നെ ആറ്റുകാലമ്മയ്ക്ക് പൊങ്കാല അർപ്പിക്കാനായും എത്തുന്നു എന്നുള്ളതാണ്. ഈ ആറ്റുകാലമ്മയ്ക്ക് പൊങ്കാല അർപ്പിക്കാനായി എത്തുന്ന ഭക്തജനങ്ങൾ എല്ലാവരും തന്നെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെത്തി പത്മനാഭനെ കണ്ടിട്ട് കൂടിയാണ് മടങ്ങുന്നത് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും വലിയ തിരക്കാണ്. ഏകദേശം 40 ലക്ഷത്തോളം ആളുകളെ പ്രതീക്ഷിക്കുന്നുണ്ട്. അവർക്കായിട്ടുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട്. മറ്റ് സുരക്ഷാ സംവിധാനങ്ങളും എല്ലാം തന്നെ ഒരുക്കിയിട്ടുണ്ട്. പ്രജി, ലിഡിയാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്നും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.